അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 25 ശനിയാഴ്ച. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടികൂടാൻ സർവ്വസന്നാഹങ്ങളുമായി വനം വകുപ്പ്. കടുവ പ്രദേശത്ത് തന്നെ തുടരാൻ സാധ്യതയുള്ളതിനാൽ പഞ്ചാരക്കൊല്ലി ഉൾപ്പെടുന്ന ഡിവിഷനിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്നലെ മുതൽ 27 വരെയാണ് നിരോധനാജ്ഞ. പ്രദേശത്ത് നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും. കടുവയെ തെരയുന്നതിനായി ക്യാമറ ട്രാപ്പുകളും കൂടുകളും വനം വകുപ്പ് സ്ഥാപിച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കടുവയുടെ ആക്രമണത്തിൽ രാധയെന്ന 45-കാരി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് UDF ഇന്ന് മാനന്തവാടി മുനിസിപ്പാലിറ്റി പരിധിയിൽ ഹർത്താൽ ആചരിക്കും. വന്യജീവികളെ നേരിടാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും മലയോര മനുഷ്യരെ സർക്കാർ വിധിക്ക് വിട്ടുകൊടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ വന്യജീവി ആക്രമണം ഭീകരമായ അവസ്ഥയിലാണെന്നും സർക്കാർ ഒന്നും ചെയ്യില്ലെന്ന നിലപാട് തിരുത്തണമെന്നും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ കൈമാറി. മന്ത്രി OR കേളുവാണ് മരിച്ച രാധയുടെ കുടുംബാംഗങ്ങൾക്ക് തുക കൈമാറിയത്. കടുവ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചതായി വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. രാധയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ രാധയെന്ന വീട്ടമ്മയെ കടുവ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധി അതീവ ദുഃഖം രേഖപ്പെടുത്തി. രാധയുടെ വേർപാടിൽ കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പം പങ്കുചേരുന്നുവെന്നും ഇത്തരം വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF മലയോര യാത്ര ഇന്നാരംഭിക്കും. യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കരുവഞ്ചാലിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നിർവഹിക്കും. KPCC പ്രസിഡന്റ് K സുധാകരൻ MP അധ്യക്ഷത വഹിക്കും. കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലയോര യാത്ര നടത്തുന്നത്. തിങ്കളാഴ്ച മുതൽ കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകുമെന്ന് റേഷൻ വ്യാപാരികൾ. മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ജനുവരി 27 മുതൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികൾ വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം കമ്മീഷൻ വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വിതരണക്കാരുടെ സമരം മൂലം ഈ മാസം ഭൂരിഭാഗം കടകളിലും സ്റ്റോക്ക് എത്തിയിരുന്നില്ല. കടയടച്ചുള്ള സമരം കൂടിയാകുന്നതോടെ റേഷൻ വിതരണം പ്രതിസന്ധിയിലാകും. CPM നേതൃനിരയിൽ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. പാർട്ടിക്ക് ശക്തമായ വേരുള്ള കേരളത്തിൽ നിലവിൽ ഒരു വനിതാ ജില്ലാ സെക്രട്ടറി പോലും ഇല്ല എന്നത് വാസ്തവമാണെന്ന് പറഞ്ഞ വൃന്ദ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കൂട്ടിച്ചേർത്തു. കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് വൃന്ദ കാരാട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. IC ബാലകൃഷ്ണനുമായാണ് അന്വേഷണ സംഘം ബത്തേരിയിലെ വീട്ടിലെത്തിയത്. വീട്ടിൽ 3/4 മണിക്കൂറോളം പരിശോധന നടത്തിയാണ് പോലീസ് മടങ്ങിയത്. അതേസമയം വീട്ടിൽ നിന്ന് രേഖകളൊന്നും എടുത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. MLAയെ ഇന്ന് അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കും. കുഞ്ഞിനെയും കൊണ്ട് കൂടെ വരാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തതുകൊണ്ടാണ് കഠിനംകുളം സ്വദേശിയായ ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി ജോൺസന്റെ മൊഴി.
പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നും അന്വേഷണ സംഘത്തിന് ജോൺസൺ മൊഴി നൽകി. ആതിരയുടെ കുട്ടി സ്കൂളിൽ പോയി എന്നുറപ്പാക്കിയ ശേഷമാണ് വീടിനുള്ളിൽ പ്രവേശിച്ചതെന്നും ആതിര ചായ എടുക്കാൻ പോയപ്പോൾ കത്തി കിടപ്പുമുറിയിലെ കട്ടിലിലെ മെത്തക്കടിയിൽ ഒളിപ്പിച്ചുവെന്നും പിന്നീട് ആതിരയോടൊപ്പം കിടക്കുമ്പോൾ മെത്തക്കടിയിൽ നിന്ന് കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തിയിറക്കി വലിച്ചെടുത്തു എന്നാണ് ജോൺസണിന്റെ മൊഴി. അപമര്യാദയായി പെരുമാറിയ KSRTC ബസ് ജീവനക്കാർക്ക് മാപ്പ് നൽകി ദയാബായി. 10 വർഷം മുൻപ് തൃശൂരിൽ നിന്ന് ആലുവയിലേക്കുള്ള യാത്രയ്ക്കിടെ നേരിട്ട അപമാനവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ നേരിട്ടെത്തിയാണ് ദയാബായി ബസ് ജീവനക്കാർക്ക് മാപ്പ് നൽകിയത്. 2015 ഒരു രാത്രിയിൽ വസ്ത്രത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ബസ് ജീവനക്കാർ തന്നെ അസഭ്യം പറഞ്ഞ് നടുറോഡിൽ ഇറക്കിവിട്ടെന്നായിരുന്നു ദയാബായിയുടെ പരാതി. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകൻ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടപടികൾ ഇന്നലെയും തുടങ്ങിയില്ല. വിചാരണ നടപടി വേഗത്തിലാക്കണമെന്ന് ഹൈക്കോടതിയിൽ അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയ ഹർജി തീർപ്പാക്കിയ ശേഷം കേസ് പരിഗണിക്കുമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞു. വൈദ്യുതി വാങ്ങാനും സർക്കാരിന് ഇടനിലക്കാർ എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമെന്ന് KCB. കുറഞ്ഞ വിലയിൽ വൈദ്യുതി വാങ്ങാനും പകൽ സമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അധിക വൈദ്യുതി വിൽക്കാനുമായി KCBക്ക് സ്വന്തമായ ഒരു മാർക്കറ്റിംഗ് സംവിധാനം ആലോചിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു വാർത്തയെന്നും KCB വിശദീകരിച്ചു. അഴിമതിയെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അതുതന്നെയെന്ന് തോന്നുന്നത് സ്വാഭാവികമാണെന്ന് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ. കൂടുതൽ ആരോപണങ്ങളുമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് PP ദിവ്യയുടെ മറുപടി. കോടതിയിൽ കാണാമെന്നും PP ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നേതാവും തന്റെ പാഠപുസ്തകത്തിലെ ഹീറോയുമാണ് പിണറായി വിജയനെന്നും ദിവ്യ ഫേസ്ബുക്ക് കുറിപ്പിൽ പുകഴ്ത്തുന്നുണ്ട്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിന്റെ നിയമസാധുത ആരാഞ്ഞ് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ മറുപടി അറിയിക്കാൻ സിംഗിൾ ബെഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് വഖഫ് സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പരിഗണിച്ചത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. നടൻ വിജയ്ക്കും പാർട്ടിക്കുമെതിരെ ഒളിയമ്പുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ചിലർ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ തന്നെ അധികാരത്തിലെത്തുമെന്നും അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നൊക്കെയുമാണ് ഇപ്പോഴേ പറയുന്നതെന്നും ജനസേവനമായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ അംഗീകരിച്ചേനെയെന്നും നാടകം കളിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞ് വില കളയാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസിൽ അറസ്റ്റിലായ ബംഗ്ലാദേശ് പൌരൻ മുഹമ്മദ് ഷെരിഫുൽ ഇസ്ലാം ഷഹസാദ് കേസിലെ യഥാർത്ഥ പ്രതിയല്ലെന്ന് പിതാവ് രോഹുൽ അമീൻ. CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലുള്ളത് ഷെരിഫുൽ അല്ലെന്നും മകനെതിരെ പോലീസ് വ്യാജ തെളിവുണ്ടാക്കി കുടുക്കാൻ ശ്രമിക്കുകയാണെന്നും അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നതിനാൽ അവനെ ലക്ഷ്യമിടാൻ വളരെ എളുപ്പമാണെന്നും പിതാവ് പറഞ്ഞു. മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപണമുയർന്ന MF ഹുസൈന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച ഡൽഹി ആർട്ട് ഗാലറിക്കെതിരെ കേസെടുക്കേണ്ടെന്ന് കോടതി. പരാതി ഉയർന്ന 2 ചിത്രങ്ങൾ ആർട്ട് ഗാലറിയിൽ നിന്ന് മാറ്റിയെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കണമെന്ന ഹർജി കോടതി തള്ളിയത്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഗില്ലെയിൻ ബാരെ സിൻഡ്രോം ബാധിച്ച് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയ 64 വയസ്സുള്ള സ്ത്രീയാണ് മരിച്ചത്. ഇതുവരെ പൂനെ മേഖലയിൽ 67 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പൂനെയിൽ വ്യാപകമായി രോഗം ബാധിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ വലിയ ആശങ്കയാണ് ഉയരുന്നത്. ജമ്മു രജൌരിയിലെ 17 പേരുടെ ദുരൂഹ മരണത്തിൽ കാരണം കണ്ടെത്തിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സർക്കാർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മരണം വിഷമുള്ളിൽ ചെന്നാണെന്ന് കണ്ടെത്തിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എന്നാൽ വിഷാംശം ഏതാണെന്ന് കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. ബാക്ടീരിയ വൈറൽ ബാധ കൊണ്ടല്ല മരണമെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. നാവികസേനയ്ക്ക് വേണ്ടിയുള്ള 6 അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള കരാർ ഇന്ത്യ ജർമ്മൻ സംയുക്ത കമ്പനിക്ക്. പൊതുമേഖലാ കപ്പൽ നിർമ്മാണ സ്ഥാപനമായ മസഗോൺ ഡോക്യാർഡ്, ജർമ്മൻ കമ്പനിയായ തൈസൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റം എന്നിവരുടെ സംയുക്ത സംരംഭത്തിനാണ് അന്തർവാഹിനി നിർമ്മിക്കാനുള്ള കരാർ ലഭിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയം ബിഡ് അംഗീകരിച്ചതായി മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് അറിയിച്ചു.
മഹാരാഷ്ട്രയിലെ ഭണ്ഡാരയിൽ സൈന്യത്തിന്റെ ആയുധ നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ചവരുടെ എണ്ണം 8 7 പേരുടെ നില അതീവ ഗുരുതരമാണ്. അപകട കാരണത്തെക്കുറിച്ച് മഹാരാഷ്ട്ര സർക്കാർ അന്വേഷണം തുടങ്ങി. ഇന്നലെ രാവിലെ 10:30 സ്ഫോടനം ഉണ്ടായത്. യുഎസിൽ മധ്യ രേഖകളില്ലാതെ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പൌരത്വ രേഖകൾ നൽകിയാൽ തിരിച്ചെത്തിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങും. ഇന്ത്യ അനധികൃത കുടിയേറ്റത്തിന് എതിരാണ്. അനധികൃത കുടിയേറ്റം സംഘടിത കുറ്റകൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഉടൻ തന്നെ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉപരോധം ഉൾപ്പെടെയുള്ള കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് കടക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വാഷിംഗ്ടണിൽ നിന്നുള്ള സന്ദേശത്തിനായി കാത്തിരിക്കുകയാണെന്നും ക്രെംലിൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. 1-2 ഗോളുകൾക്കാണ് കേരളത്തിന്റെ തോൽവി. ഈ പരാജയത്തോടെ കേരളത്തിന്റെ പ്ലേ ഓഫ് സാധ്യത തുലാസിലായി. ബ്ലാസ്റ്റേഴ്സ് 18 കളികളിൽ 21 പോയിന്റുമായി 8ാം സ്ഥാനത്താണ്. ആദ്യ 6 സ്ഥാനങ്ങളിൽ ഇടം നേടിയാൽ മാത്രമേ ടീമിന് മുന്നിൽ പ്ലേ ഓഫ് സാധ്യത തെളിയുകയുള്ളൂ. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം T20 മത്സരം ഇന്ന്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ജയം ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണി മുതലാണ് മത്സരം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.